പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ 2025 ജൂലൈ മാസം 16-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കടലിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. മഹാദയാലുവായ ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 86-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവും ആകുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് മഹാദയാലുവായ ദൈവത്തെക്കുറിച്ചാണ്. സാധാരണ ഒരു ദൈവമല്ല ദൈവം നമ്മോട് കാണിക്കുവാൻ പോകുന്നത്, മഹാദേവാണ്. എന്നെ കേൾക്കുന്നവരെ, അപേക്ഷിക്കുന്നവരോട്, പ്രാർത്ഥിക്കുന്നവരോട് മഹാദേവ് കാണിക്കുവാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഈ പ്രാർത്ഥനയിൽ മുമ്പോട്ടൊരു സാധ്യതയില്ല, മുമ്പോട്ട് ഇനി ഒരു വഴിയില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി ഞാൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ ദൈവം നിന്നോട് കരുണ കാണിക്കാൻ പോവുകയാണ്. നിന്നോട് ഈ പ്രഭാതത്തിൽ ദൈവം കാണിക്കാൻ പോവുകയാണ്. ഈ വാക്കിനെ അതേപോലെ സ്വീകരിക്കുന്നവർക്ക് വേണ്ടി ഒരു വാക്യം കൂടെ ചേർന്ന് വായിക്കുകയാണ്. 86-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം. നീയോ കർത്താവെ, കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ തന്നെ. എന്നെ കേൾക്കുന്നവരെ, അടുത്ത വാക്യം കൂടെ അതിനകത്ത് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്, മഹാദയുള്ള ദൈവമാണ്. 2 വാക്യങ്ങൾ ഒരുമിച്ച് ദൈവം നമ്മോട് ഇടപെടുമ്പോൾ ഇനി ഒരു സാധ്യതയുമില്ലെന്ന് പറയുന്ന വിഷയങ്ങളിൽ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചലിക്കാൻ പോവുകയാണ്. നമ്മുടെ ദൈവം അസാധാരണമായി നമ്മോട് മനസ്സലിവ് കാണിക്കുന്ന ദൈവമാണ്. ഏത് വിഷയത്തിനകത്താണോ തകർന്നിരിക്കുന്നത്, മുട്ടിപ്പായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ ഈ പ്രഭാതത്തിൽ ഒന്ന് തീരുമാനമെടുത്തേ. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവത്തിൻ്റെ ആ ദൈവന്റെ വലിപ്പം കാണാൻ പറ്റും. സങ്കീർത്തനക്കാരൻ ആ ദൈവനെ വർണ്ണിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? 117-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം. നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്, യഹോവയെ സ്തുതിപ്പിൻ. നമ്മോടുള്ള കർത്താവിൻ്റെ ആ ദയ ഭയങ്കര വലുതാണ്. നിങ്ങൾ എത്ര കുഴഞ്ഞ ചേറ്റിൽ കിടന്നയാളാണെങ്കിലും നിങ്ങളോട് തമ്പുരാൻ്റെ വാക്യം പറയാറുണ്ട്, അവൻ ചതഞ്ഞോടെ ഓടിക്കത്തില്ല, പുകയുന്ന തെരിയെ കെടുത്തിക്കളയത്തുമില്ല. എന്ന് വെച്ചാൽ ഒരു സാധ്യതയില്ലാത്ത നിലയിൽ എന്നെ ശ്രദ്ധിക്കുന്നതിനോട് ഇന്നിതാ മഹാദേവ് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നേരിട്ട് ചലിക്കാൻ പോവുകയാണ്. നിങ്ങൾ നോക്കണം, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യങ്ങളിലേക്ക്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലുതുമാകുന്നു. ഈ വചനം കൂടെ കേട്ട് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ആ പാദത്തിൽ മുറുകെ പിടിക്കണം. ഇനി എന്തെല്ലാം സംഭവിച്ചാലും നിങ്ങളും ഞാനും തകർന്നു പോകത്തില്ല, മുടിഞ്ഞു പോകത്തില്ല. കാരണം അവൻ്റെ ദയ ഭയങ്കര വലുതാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ആ ദൈവന് വേണ്ടി ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, ആ ദൈവനായി, ആ മനസ്സലിവിനായി ഞങ്ങൾ ഒരുമിച്ചങ്ങ് പ്രാർത്ഥിക്കുക. അസാധാരണമായൊരു ദൈവപ്രവർത്തിക്കായിട്ട് ഞങ്ങൾ ഒരുമിച്ചൊന്ന് അടുക്കുക. കർത്താവെ, അങ്ങയുടെ വലിപ്പം ഒന്ന് വെളിപ്പെടുത്തണമേ, അങ്ങയുടെ സ്നേഹം ഒന്ന് വെളിപ്പെടുത്തണമേ. ഞങ്ങളതങ്ങ് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. എൻ്റെ കൂടെ അതേപോലെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനോട് ഏഷ്യാവ് 54-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. എൻ്റെ സമാധാന നിയമം
നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഇതാ പ്രവാചകൻ എന്നോട് നിങ്ങളോട് സംസാരിക്കുകയാണ്. പർവ്വതങ്ങൾ നീങ്ങിപ്പോയേക്കാം, കുന്നുകൾ മാറിപ്പോകാം, എന്നാലും എൻ്റെ ദൈവത്തിൻ്റെ ദയ നമ്മെ വിട്ടു മാറത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണ നമ്മിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. മഹാദയാലുവായ ദൈവത്തിൻ്റെ കരം നിങ്ങളെ സ്പർശിക്കാൻ പോകുകയാണ്. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചേ. കർത്താവെ, ഇന്ന് എൻ്റെ ജീവിതത്തിനകത്തൊരു ആഴം വെളിപ്പെടുത്തണമേ. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം ശ്രദ്ധിച്ചാൽ ഇതാ കുതിരപ്പുറത്തുനിന്ന് ശൗൽ താഴെ വീഴുകയാണ്. ആ വീഴ്ചയിൽ അവൻ എഴുന്നേറ്റ് ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുകയാണ്. ആ വിളിക്കകത്ത് ദൈവം മറുപടി പറയാണ്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. എന്നെ കേൾക്കുന്നവരെ, ഉപദ്രവിയായ ശൗലിനെ ഉപദേശിയാക്കുന്ന ദൈവത്തിൻ്റെ മഹാദൈവനായിട്ട് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എല്ലാ നിലയിലും തീർന്നു, ഒരു നിലയിലും ഇനി രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്ന നിന്നെ ഏറ്റവും അത്ഭുതമാക്കാൻ മഹാദയാലുവായ കർത്താവിന് കഴിയും. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. പഴയ നിയമത്തിനകത്ത് മിസ്രൈമിന്റെ കയ്യിൽ നിന്ന് സ്വന്തം ജനത്തെ ദൈവം വിളിച്ച് വാഗ്ദത്ത ദേശത്തിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ ജനത്തിന്റെ പിറുപിറുപ്പും പാവവും കണ്ട് ജനത്തെ നശിപ്പിക്കാൻ ദൈവം ഒരുങ്ങുമ്പോൾ ജനത്തിനും ദൈവത്തിൻ്റെയും ഇടയിൽ നിന്ന് മോശ മധ്യസ്ഥത പറയുന്നൊരു വാക്യമുണ്ട്. സംഖ്യപുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം, നിന്റെ മഹാദയയ്ക്ക് തക്കവണ്ണം മിസ്രൈം മുതൽ ഇവിടെ വരെ ഈ ജനത്തോട് നീ ക്ഷമിച്ചതുപോലെ ഈ ജനത്തിന്റെ അകൃത്യം ക്ഷമിക്കണമേ. 20-ാമത്തെ വാക്യം, അതിന് യഹോവ അരുളി ചെയ്തത്, നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇതാ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് തൻ്റെ ജനത്തെ വാഗ്ദത്തത്തിലേക്ക് നടത്തുമ്പോൾ ദൈവം വരെ നശിപ്പിക്കുവാൻ ഇറങ്ങി വരികയാണ്. ആ സമയത്ത് മോശ പറയുകയാണ്, നിന്റെ മഹാദൈക്യത്തോടണം ഈ ജനത്തോട് ക്ഷമിക്കണമേ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഇന്നലകളിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്നലകളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയവർ എന്നെ കേൾക്കുന്നുണ്ട്. പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട്. ഇപ്പോൾ മുഴങ്കാലിൽ നിന്ന് കണ്ണുനീരോടെ നിന്റെ മഹാദൈക്യത്വവണ്ണം എന്നോട് ക്ഷമിക്കുകയും നിന്റെ ആത്മാവിനെ അധികം എൻ്റെ മേളിൽ പകരുകയും ചെയ്യണമെന്ന് ഈ പ്രഭാതത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ വലിയ ബന്ധത്തിൽ വലിയ നിലയിൽ ക്ഷമിച്ചുകൊണ്ട് പുതിയ മേഖലയിൽ ഇടപെടുന്ന, അല്ലെങ്കിൽ പുത്തൻ സ്നേഹം തന്നുകൊണ്ട്, അല്ലെങ്കിൽ പുത്തൻ നിറവ് തന്നുകൊണ്ട്, പുത്തൻ പുതുമ തന്നുകൊണ്ട് ഇന്ന് ദൈവം നമ്മെ കരം പിടിക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് മഹാദയാലുവായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ആ പാദപീഠത്തിൽ ഒന്ന് പുറകെ പിടിക്കാം. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് ആ കരുണയ്ക്കായി അപേക്ഷിക്കാം, കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ മഹാദയാലുവായ കർത്താവേ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സീസൺ തുറന്നു തരണമേ. അങ്ങയുടെ അത്ഭുതകരം ഞങ്ങൾ കാണേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ കരം ഞങ്ങൾ കണ്ടതിനായി സ്തോത്രം. ദൈവപ്രവൃത്തി ഞങ്ങൾ കണ്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സ്നേഹം, ദൈവത്തിൻ്റെ വലിയ കരുതൽ ഈ ദിവസങ്ങളിൽ കാണുവാൻ നമുക്ക് ഒരുമിക്കാം. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.